ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ പുതിയ വീഡിയോക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളെ മുമ്പിട്ട വീഡിയോ മുൽക്കൊഴിലും പോയ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് നമ്മളെ കൂട്ടുകാരൻ ജാബിറിന് ഒരു സർപ്രൈസ്, അവൻ്റെ വൈഫ് നാട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അതിൻ്റെ വീഡിയോ ആണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഫുജേറയിലാണ്. നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം സെറ്റ് ചെയ്തത് കിസേസിലെ റോയൽ മന്ദിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ജാബിറിൻ്റെ വൈഫ് നാജിനെ കോൺടാക്ട് ചെയ്തിട്ട് ഒരു ഷൂ മേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷൂ നോക്കാൻ വേണ്ടി നമ്മൾ ഫുജേറയിലെ KMൽ വന്നതാണ്. അപ്പം ഏതൊക്കെ ഷൂ നോക്കുന്നതും പിന്നെ സർപ്രൈസ് ആക്കുന്ന വീഡിയോ ഫുള്ളായിട്ട് ഈ വീഡിയോയിൽ ഉണ്ടാവും. അപ്പം ഈ വീഡിയോ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ കാണാം. നല്ല അടിപൊളി. ജാബി ഒരിക്കലും പ്രതീക്ഷിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ജാബി എന്ന് പറഞ്ഞാൽ ഞാനും ജാബിയും ഒരുമിച്ച് നമ്മുടെ ഫുജേറയിലെ റൂമിൽ ഒരു 2-3-4 വർഷം ഒരുമിച്ച് താമസിച്ച ആൾക്കാരായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ശേഷം ജാബി സ്വന്തം ബിസിനസ്സായിട്ട് ഉമ്മുൽക്കുവൈനിക്ക് പോയി. ഉമ്മുൽക്കുവൈനിലെ ബിസിനസ് മാഷാ അല്ലാഹ് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പോയി. നല്ല സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആൾക്കാർ. പക്ഷേ ഇപ്പം നല്ല ഓനും റിഷാദ്, അവൻ്റെ കസിനാണ് റിഷാദ്, രണ്ടാളും കൂടിയിട്ട് പുതിയൊരു കമ്പനി തുടങ്ങിയിട്ട് ബി ക്യാൻഡി എന്നാണ് കമ്പനീൻ്റെ പേര്. ആ കമ്പനിയിൽ നമ്മളെ കോട്ടൺ ക്യാൻഡി, അതുപോലെ നമ്മുടെ നാട്ടിലെ കോൽമുട്ടായി ഇല്ല, അതുപോലത്തെ കുറേ സംഭവങ്ങളാണ് അവർ ഓൺ പ്രൊഡക്ഷൻ ചെയ്തിട്ട് സെയിൽ ചെയ്യാണ്. അപ്പം മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഓലെ കമ്പനി ഉഷാറായിട്ട് റൺ ചെയ്യുന്നുണ്ട്, ബിസിനസ് ഉഷാറായിട്ട് പോകുന്നുണ്ട്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പം ഓലെ ആ ബി ക്യാൻഡിൻ്റെ ഒരു വീഡിയോ ഇൻഷാ അല്ലാഹ് ഞാൻ എന്തായാലും ചെയ്യും. അവിടുത്തെ കമ്പനീൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ കാണിച്ചിട്ടൊരു വീഡിയോ ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം ഷൂ വാങ്ങിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. ഇഷ്ടം പോലെ ഷൂ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഷൂ ഇങ്ങനെ നാജി ഫോട്ടോസ് എടുത്താണ്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അവിടെ ജാബിൻ്റെ വൈഫിന്. ഓൾക്ക് ഏതാ ഇഷ്ടപ്പെട്ട സാധനം നമ്മൾ ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് എടുക്കും ഗൈസ്. അപ്പോൾ ഇവിടെ ഓഫർ എന്തോ നടക്കുന്നുണ്ട് കേട്ടോ. അത്ര 25% ഇല്ലേ, 25 to 70% ഓഫർ എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 115 ദിർഹംസിൻ്റെ ഷൂ ആയിരുന്നു, ഇപ്പോൾ അതിന് 80 ദിർഹംസാണുള്ളത്. അങ്ങനെ കുറേ ഓഫറുകൾ നടക്കുന്നുണ്ട്. അത് അവിടെ നിന്ന് അസൻ്റെ കോസ്റ്റ്യൂം വാങ്ങിച്ചു കൊടുക്കട്ടെ കേട്ടോ. അസൻ്റെ അന്നത്തെ കോസ്റ്റ്യൂം നോക്കിയത് എങ്ങനെയുണ്ട്? ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടോ? ഞാൻ ഓരോ സ്റ്റൈലിലും മുടി കെട്ടു കേട്ടോ. ഓൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം. അത് നല്ല മാറ്റൊരുങ്ങി ഇങ്ങനെ നടക്കണം ഓക്ക്, അതാണ് ഓൾക്ക് ഇഷ്ടം. നമ്മുടെ സ്റ്റാർട്ടിങ് പിടിച്ച ആളുടെ ക്യാമറമാൻ റാഷി ഇവിടെ ഉണ്ട്. റാഷി നാജിയായിട്ട് ഡിസ്കസ് ഒക്കെ ചെയ്തിട്ട് ഓല് ഫോട്ടോസ് ഉണ്ടോ ഇന്ന് സെറ്റാക്കാനുള്ള പ്ലാനിലാണുള്ളത്. എന്താ പറയും? എല്ലാവരും പാർട്ടിക്ക് ഉണ്ടാവും അല്ലേ? ഓക്കെ, എൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പോവാ. ജാഫിക്ക് ഷൂ കൊടുക്കാൻ, ബർത്ത്ഡേക്ക് ഷൂ കൊടുക്കാൻ ഞാൻ മാൻവുഡ് ഈ ബ്രാൻഡ് മാത്രമേ വരുന്നേ ഇതന്നെ ഉള്ളൂ അല്ലേ? നല്ല ആവുകയാണ് ആ സ്റ്റൈലിഷ് തന്നെ നോർമൽ ഷൂ ഉണ്ട്. പക്ഷെ നമുക്ക് ഓഫീസ് കിട്ടാൻ പറ്റിയത് ഇത് ലാസ്റ്റ് ചെയ്യോ സാധനം? ലാസ്റ്റ് നമുക്ക് പൊട്ടി പോരാന്ന് പേടി. എന്തായാലും അത് എടുത്തോളി, എടുത്തോളി ഏതെന്നാൾ അതിൻ്റെ പാക്ക് പീസ് എടുത്തോളി. ഏതായാലും ജാബിക്ക് ഷൂ നോക്കാൻ വാങ്ങി പോകുന്നുണ്ട്. എനിക്ക് ഓഫീസ് കിട്ടാൻ ഇതെല്ലാം ഷൂ വാങ്ങിയിട്ട് കേട്ടോ. ഞാൻ ഷൂ കാണിച്ചു തരാം. ഇതാണ് ഷൂ. ഇത് എന്തായാലും നമുക്ക് റഫ് യൂസിങ്ങിനല്ലേ, നമ്മൾ പുറത്ത് സൈറ്റിൽ പോകണല്ലേ. അതിൻ്റെ ഒരു കളർ വേറെ ചേഞ്ച് ഇല്ലല്ലോ, ആ ബ്ലാക്കിനല്ലേ ബ്രൗൺ ഉണ്ട് അതിൽ. വേണ്ട, പോയിന്റ് ടൈപ്പ് വേണ്ട, ഇത് മതി. ഈ ടൈപ്പാണ്. അത് വേണ്ട എനിക്കിഷ്ടമല്ല. ഇത് വേറെ തന്നെ സോളൊരു ഇതില്ല. അത് നല്ല റബ്ബർ സോളല്ലേ അത്. അത് മതി എടുത്തോളി. അങ്ങനെ ഏതായാലും നമ്മൾ സാധനം എടുക്കരുതോ. സാധനം ഇതിൽ എടുത്തിട്ടുണ്ട്. ജാബിൻ്റെ വൈഫിനുള്ള ജാബിക്കുള്ള സാധനം നോക്കണേ. നാജി അവിടെ അങ്ങനെ സജസ്റ്റ് ചെയ്തിരുന്നു. ആർക്ക് ഓൾക്കുള്ള ചെരുപ്പ് എടുത്ത് കൊടുക്കണേ? ഓൾക്ക് ചെരുപ്പ് അയച്ചു കൊടുക്കണേ. ഇതെടുത്ത് നെറ്റ് ഇടേണ്ട. വൈഫൈ ഇന്ത്യയിലെ കണക്ക് അതാണ്. എന്താ ഇഷ്ടം പോലെ സാധനം. മറ്റേ ചങ്ങായി പറഞ്ഞാൽ മലമ്പാമ്പുണ്ടോ ഇഷ്ടം പോലെ, അതേപോലെ ഇഷ്ടം പോലെ സാധനങ്ങൾ നോക്കി. ലേഡീസിനുള്ള കളക്ഷൻസ് ഉണ്ട്. അത് കുറേ ദിവസമായി ഓഫർ തുടങ്ങിയിട്ടായിരുന്നു. ഞാൻ ഇപ്പോൾ എടുത്ത ഷൂവിന് 195 ദിർഹംസ് ആയിരുന്നു.
ഇപ്പോൾ അതിന് ഓഫർ കിട്ടിയത്ര 78 രാശി 78 നോക്കിയാ ഇനി 78 എനിക്ക് തോന്നുന്നു. അതാ ഞാൻ ഷൂ വാങ്ങണമെന്ന് കുറേ ആയിട്ട് വിചാരിക്കുന്നു. 78 ഞാൻ നാട്ടിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കൊണ്ടുവന്നെ. ഇപ്പോൾ ഏകദേശം ഒരു വർഷം യൂസ് ചെയ്ത്. അപ്പോൾ നമ്മുടെ സൈറ്റിലേക്ക് പൊടിക്കും മെയിനായിട്ട് മണ്ണുക്കും ഇറങ്ങണല്ലേ, അതുകൊണ്ട് നല്ല റഫാണ്. ഈ ഷൂ ഇഷ്ടമായോ? ഈ ജാബിൻ്റെ വൈഫിന് ഇഷ്ടമായ ഷൂ ഇതാട്ടോ. ഒന്ന് എവിടുന്ന് അടുത്തൊന്നും അറിയില്ല, തപ്പി നോക്കട്ടെ. ഓക്കേ, അത് കിട്ടിയോ? അത് നോക്കിയാ നോക്ക്. ജാബിക്കെടുത്ത നമ്മൾ വിചാരിച്ച വൈഫിന് അയച്ചു കൊടുത്തിട്ട് അവൾക്ക് സെലക്ട് ആയ ഷൂ ഇതാട്ടോ ഈ സാധനം ഗൈസ്. അപ്പോൾ ഇതിൻ്റെ വില എത്ര? 89 ദിർഹംസാണ് ഇതിന്മേൽ ഇപ്പോൾ ഉള്ള പ്രൈസ്. ഇപ്പോൾ വല്ല ഡിസ്കൗണ്ട് ഉണ്ടാവും എനിക്ക് തോന്നുന്നത്. ഇവിടെ 25 to 75% വരെ ഡിസ്കൗണ്ട് നടക്കുന്നുണ്ട്. ഡിസ്കൗണ്ട് പ്രൈസ് എത്ര ഞാൻ ലാസ്റ്റ് അറിയിക്കാം. ഏതായാലും അടിപൊളി ഷൂ, നല്ല ഉണ്ടോ സോളൊക്കെ അടിപൊളി സോളാണ്. അതിന് ഇതിപ്പോൾ സൈസ് ഉള്ളത് 45 ആണ്. നമ്മൾ 42 അല്ലെങ്കിൽ 41 അല്ലേ അതെടുക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ട്. പോയി വെക്കാം ഗൈസ്. അപ്പോൾ അങ്ങനെ മൂപ്പരോട് നമ്മൾ 42 പറഞ്ഞു. 42 നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ 42 സൈസ് ഇല്ല. നാട്ടിലെ ആണ് ജാബിക്ക് സൈസ് എന്ന് പറഞ്ഞ വൈഫ് പറഞ്ഞു. അപ്പോൾ 41 എന്തായാലും വേണം. ഇപ്പോൾ ഉള്ളത് അവിടെ 40 ആണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് വേണ്ട, വേറെ മോഡൽ നോക്കാറാണ്. ഏതായാലും പോയി നോക്കാം. മൂപ്പര് നോക്കുന്നുണ്ട് ഇവിടെ. നിങ്ങളിവിടെ നാട്ടിലേട്ടാ? എടപ്പാളോ? നമ്മൾ കൊണ്ടോട്ടി. നിങ്ങൾ പേരെന്താ? പ്രകാശൻ. അതിന് വേറെ സൈസൊക്കെ ഉണ്ട്. മനസ്സിലല്ലോ എനിക്ക് പൈസ 5 ദിർഹംസ് ഓക്കെ. പിന്നെ വേറെ സർപ്രൈസും കൂടെ ഉണ്ട് കേട്ടോ. ജാബിൻ്റെ വൈഫ് നാട്ടിലെ ഒരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യണത്. എനിക്കൂടെ മലപ്പുറത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. ഡയാലിസിസ് സെൻ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓളൊരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ട് ജാബിക്ക്, ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞത്. ജാബി ഇതൊന്നും അറിയില്ല. ജാബിൻ്റെ എക്സ്പ്രഷനും സാധനം എങ്ങനെയുണ്ട് നമുക്ക് അവിടെ എത്തിയിട്ട് എന്തായാലും നോക്കാം. പിന്നെ അതുപോലെ ഓരോ കൂടെ വർക്ക് ചെയ്യുന്ന 2-3 ആൾക്കാരുണ്ട്. ഓരോ വീഡിയോ എടുത്തിട്ട് അയച്ചു തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ജാബിൻ്റെ ബർത്ത്ഡേ മാഷാ അല്ലാഹ് അടിപൊളിയാക്കണം, കാണാം നമുക്ക് എങ്ങനെ ഉണ്ടാവും. ഏതായാലും നമ്മൾ ജാബിക്ക് അയച്ചത് മറ്റേ സാധനം കിട്ടിയിട്ടില്ല. പക്ഷെ അതിലേറെ രസം ഇത് കളർഫുൾ ആയതുകൊണ്ട് പോറുണ്ടോ ഇല്ലല്ലോ. പിന്നെ ജാബിൻ്റെ കാലിൻ്റെ കാലൊക്കെ ചെറിയ കാലം, അതുകൊണ്ട് ഇതിൽ ഫിറ്റ് ആവുമെന്ന് വിചാരിച്ചു. ഇതിനെന്തൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ അടുത്ത ഷൂ ഒന്ന് ഇട്ടോട്ടെ. ഇത് കറക്റ്റ് ഫിറ്റാ, കറക്റ്റ്. ഇത് 41 എനിക്ക് ജാബിക്ക് ഏകദേശം ഇത് മതിയാവും. കാരണം ജാബിൻ്റെ കാലൊക്കെ ചെറിയ കാലാണ്. എൻ്റെ കാലം ഇത് ചെറിയ, ഇവിടെ ചെറിയ ഗ്യാപ്പും ഉണ്ട്. ഇത് കറക്റ്റ് ഫിറ്റാണ്. എനിക്കിഷ്ടമായത് ഇത് കളർഫുൾ ആണോ ജാബിനോട് ചോദിച്ചു നോക്കിയാ. ഹോളത്തെ പറഞ്ഞേ അറിയില്ലട്ടോ. ജാബിൻ്റെ വൈഫാണ് സെലക്ട് ചെയ്യുന്നത്. ജാബിക്ക് ഏത് കളർ ഇഷ്ടപ്പെടും എനിക്കറിയില്ല. ഈ കളർഫുൾ ആകുമ്പോൾ പക്ഷെ ഇത് രസം കിട്ടോ അല്ലേ. ഓറഞ്ചിൻ്റെ വെച്ച് ബോറഞ്ചല്ലോ ഇല്ലല്ലോ. റാശി എൻ്റെ അഭിപ്രായം എന്താ? റാശി നമ്മളെ ക്യാമറമാൻ റാശിൻ്റെ ഇവിടെ അല്ലേ. ഇത് രസം ഉണ്ട്. മതിയോ? ഇത് രസം ഉണ്ടെങ്കിൽ എതിർക്കാം. പക്ഷേ എല്ലാം അതെ നമുക്ക് ഇട്ടിട്ട് കാണിച്ചു കേട്ടോ. നോക്ക് 41 ആണ്. ഇത് നോക്കി. അതിൻ്റെ ഇടയിലേ കിട്ടിയ ഗ്യാപ്പിൽ ഇന്ന് ഗിഫ്റ്റ് സാധനങ്ങളില്ലേ. ഗിഫ്റ്റ് എത്ര വാങ്ങിന്? എത്ര ടോയ്സ് വാങ്ങിന എനിക്ക് ഈ വീക്ക് വാങ്ങിയില്ലേ? അപ്പോൾ ഈ വീക്ക് വാങ്ങൂല. ഇതൊക്കെ ഇത് കാണിച്ചു കൊടുത്ത പ്രാവശ്യം ഇത് കൊണ്ടുവന്ന് വന്നേക്കാം ഗിഫ്റ്റ് വാങ്ങാൻ. ഇപ്പോൾ ആ പരിപാടിയാണ്. ഇത് രസം കേട്ടോ. ഇത് സെറ്റാ. എന്നാൽ എതിർത്ത് കഴിഞ്ഞാൽ എല്ലാ ഡ്രസ്സും കിട്ടാന്ന് പറഞ്ഞ ജാബിൻ്റെ വൈഫ് പറഞ്ഞത്. മരെടുത്താ സൈഡ് നമുക്ക് അയച്ചു കൊടുത്ത് നോക്ക്. അയച്ചോ? ഇത് രസമുണ്ട്. ഇത് പറഞ്ഞാൽ എല്ലാത്തും പാകാവും. മറ്റേ കളർ പറയുമ്പോൾ എനിക്കൊരിതുണ്ട്. പിന്നെ ജാബിൻ്റെ ഇഷ്ടം നമ്മളായിട്ട് കൂടുതൽ ഉൾക്കല്ലേ അറിയുള്ളൂ. നമ്മൾ ഇന്ന് റൂമിൽ നിന്ന് പോയിട്ട് 2 കൊല്ലമായി അല്ലേ. ഓള് പറഞ്ഞാൽ നമ്മൾ വാങ്ങും, അത്രേ ഉള്ളൂ. ഇതൊക്കെ രസം, നല്ല ഇതുണ്ട്, ഇടാൻ നല്ല സുഖമുണ്ട്. ഇതൊക്കെയാണോ? അങ്ങനെ അവസാനം നമ്മളത് സെലക്ട് ആക്കിയിട്ടോ. ഓറഞ്ച് സെലക്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ഗിഫ്റ്റ് പാക്ക് ചെയ്തിട്ട് നമുക്ക് ഗിഫ്റ്റ് നിങ്ങൾ പാക്കിങ്ങിൽ ഗിഫ്റ്റിനോടെ പാക്ക് ചെയ്ത് തരുമോ? ഗിഫ്റ്റായിട്ട് പാക്ക് ചെയ്ത് തരാൻ മതി. അപ്പോൾ ഗിഫ്റ്റിന് എനിക്കെന്താ വേണ്ടി? എനിക്കെന്ത് വേണേ വാങ്ങിക്കോ റാശി, ഒരു പ്രശ്നമില്ല. ക്യാമറ ഇങ്ങോട്ട് വാ. എനിക്കെന്താ വേണ്ടി? എനിക്കെന്താ നോ പ്രോബ്ലം. എനിക്ക് സ്കെച്ചേഴ്സ് അഡിഡാസ് എന്താ വേണേ വാങ്ങി നമുക്ക് എന്താ വേണ്ട വാങ്ങിയരാ. ഇജ്ജ് വാങ്ങേണ്ടി വരും, അത്രേ ഉള്ളൂ. തന്നുപോയി പ്രകാശ് ചേട്ടനാട്ടോ നമുക്ക് ഇതൊക്കെ സെറ്റ് ആക്കി. മൂപ്പര് നമ്മുടെ നാട്ടിൽ മെടപ്പാളുള്ളതാണ്. നിങ്ങൾ കുറേ കാലം എവിടെ
16 കൊല്ലയോ? മാഷാ അല്ലാ, 16 കൊല്ലമായിട്ട് ഫുജേറ ക്യാമ്പിൽ. ഇപ്പോൾ താഴത്ത് പോകാനാച്ചി, താഴത്ത് പോയിക്കോ. കഴിഞ്ഞു ഒരു അറിയാത്ത മാതിരി അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കയറി ഓടുന്ന ആളവള്. വാ വാടി, കമോൺ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോണല്ലേ? നമുക്ക് എന്തായാലും പേടിപ്പോ. ഒരു പേക്ക് ചെയ്യും ഗിഫ്റ്റ് വലുതൊന്നല്ലോ, എല്ലായിടത്തും സെയിം തന്നെ. ലുപ്പ ചൂലിപ്പ പറയണേ എൻ്റെ അടുത്ത് വന്നാണ്ട് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞാൽ അവസാനം അവൾ മുട്ടായി വാങ്ങിയെടുത്ത് എന്തെങ്കിലും പറഞ്ഞോളൂ സാധനം അവിടെ സെറ്റാക്കുള്ളത്. അങ്ങനെ ഷോപ്പിംഗ് നമ്മളത് കഴിഞ്ഞിട്ടോ. റാഷിൻ്റെ കയ്യിലിതാ എൻ്റെ ഷൂ ഉണ്ട്, പിന്നെ ജാബി കൊടുക്കാനുള്ള ഗിഫ്റ്റും ഉണ്ട്. എന്ത് മുട്ടായി വലിച്ചേരാനോ? എനിക്കറിയില്ലേ. പപ്പൻ്റെ കയ്യിൽ ക്യാമറയാണ്. ഞാൻ തൊളിച്ചാ എന്നോട് വലിച്ചേരാൻ പറയും. ഞാൻ ചെയ്ത് തൊളിച്ചെടുത്താ മുട്ടായി വലിച്ചെടുത്താ ലാസ്റ്റ് എത്തിന് കവറ്. അപ്പോൾ ഗൈസ് നമ്മളെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഗിഫ്റ്റ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അപ്പോൾ ഞങ്ങൾ ഇനി നേരെ കിസൈസ് ദുബായ് കിസൈസ്ക്ക് പോവാം. ഓക്കെ, അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അവിടെ എത്തുന്നതിന് മുമ്പ് വേറൊരു വീഡിയോ കൂടി ഉണ്ട്. ഇതാണ് ഗിഫ്റ്റ് കേട്ടോ, പാക്ക് ചെയ്തിട്ടോ. സാധനം പാക്ക് ചെയ്ത് ഇതിലാണ് ഷൂ അടക്കുന്നത്. ഇത് നമ്മൾ സർപ്രൈസ് ആക്കിയിട്ട് ജാബിക്ക് കൊടുക്കും. ഓക്കെ ഇൻഷാല്ലാ ഗൈസ്. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടോ. നമ്മൾ റോയൽ മന്തിയിൽ കിസൈസിലെത്തി. ഇതാണ് റോയൽ മന്തി, ഇതാണ് സംഭവം കേട്ടോ. റോയൽ മന്തി നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് ഒരു 3 വർഷം മുമ്പ് നമ്മളെ ഈ ഒരു ടീം ബിൽഡ് ചെയ്തത്. ഇതാ ഈ ഷാത്തറിലൊന്ന് ഫുഡ് കഴിച്ച് പോലെ തന്നെ ഒരു കഫ്തീരിയ ഉണ്ട് അവിടെ, ആ മറ്റേ ആസ്റ്റർ ഫാർമസി കാണുന്നില്ല, അതിന് തൊട്ടപ്പുറത്ത്. അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ഈ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരുടെ ബർത്ത്ഡേ ആഘോഷിക്കലും പരിപാടിയായി തുടങ്ങിയത്. അങ്ങനെയിപ്പോൾ ഫുജേറയിൽ നിന്നുള്ള ലോകം എന്നുള്ള ആൾക്കാർ ഇവിടെ എത്തിയാണ്. ഒന്നിതാ റാഷിൻ്റെ കൂടെ പോന്ന ജംഷിൻ ഫാമിലി എത്തിയാണ്. ജംഷിൻ്റെ കുട്ടിയുണ്ട്, ഷാജാന്താ 5 മന്ത് ആയില്ല എനിക്ക് 5 മന്ത് ആയോ? 5 മന്ത് ഇതാ പബ്ലിൽ ഇത് അവിടെ എത്തിയാണ്. ഓഹോ പിന്നെ ജംഷിൻ്റെ ഉമ്മയും ജീനൊക്കെ അത് അവിടെ എത്തിയാണ്. എന്താണ് ഷാജാൻ മുഖാട് തിരിച്ചോട് കുട്ടി ചിരിച്ചാൻ തുടങ്ങി. അതാണ് അതല്ല, ആ കുട്ടി എന്താ കഴിച്ചാൽ തല അങ്ങോട്ട് തിരിച്ചപ്പോഴാണ് കുട്ടി ചിരിച്ചു തുടങ്ങിയത്. ഇങ്ങോട്ട് തിരിച്ചല്ല ഷാജാനെ, പ്ലീസ്. നമ്മളെ ബംഗ്ലാദേശി എത്തിയിട്ട് ബംഗ്ലാദേശി ഹൈദരാബാദ് മറ്റേ അബുദാബിന്ന് സുഹൈറത്തിന് എല്ലാരും എത്തി കേട്ടോ. സുഹൈറെ കുറെ കാലമായിട്ട് കണ്ടിട്ടില്ലേ? സുഹൈറെ എന്ത് പരിപാടി? ബിരിയാണി ഉണ്ടാക്കി പോയ വീഡിയോ സ്റ്റാർട്ടിങ് വേണം. ചെങ്ങായി റാഷിന്റെ അടുത്ത് ആൾക്കാരില്ലേ? റാഷി അടുത്ത് കടന്നു തുടങ്ങി നമുക്ക് വന്നാട്ടെ. ആര് തെറ്റിനി? ഞങ്ങൾ തെറ്റില്ലല്ലോ, ഇവിടെ തെറ്റില്ലല്ലോ. നടനാടത് നമ്മുടെ നടൻ സ്ക്രീൻഷോട്ടും കൂടി ഇടണോ? അത് തെറ്റല്ല, നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താണ്. നമുക്ക് ഓനൊരു നന്നായി കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? പക്ഷേ വേറെ പ്രശ്നമുണ്ട്. ഇജ് അതിന്റെ ഇടയിൽ കൂടെ എന്നോട് ഗ്രൂപ്പിൽ അറിയാം റാഷിനൊപ്പം അറിയാം. ഇതിവിടെ അറിയാ ഓ മറ്റോലെന്ന് പറഞ്ഞ അയാളല്ലേ ജി എന്റെ സ്ക്രീൻഷോട്ട് ഇടാൻ. എന്താണ് ഞാൻ പോണ. അടുത്ത ടീം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അബു, മുസ്ലിമേൻ അബു, പിന്നെ റഫാത്ത്, പിന്നെ നമ്മളെ പഴയ വീഡിയോയിലുണ്ടായിരുന്ന ചുംപിനിയും ചേട്ടനും പൂമൂളി എത്തിക്കൊണ്ടിരിക്കുകയാണ്. സലാം അലൈക്കും. എന്താ പറഞ്ഞ സുഖല്ലെങ്കിൽ മസില് ചേട്ടാ ഏട്ടാ ഇവിടെ വമ്പം ബ്ലോക്കാട്ടോ. ബ്ലോക്ക് വണ്ടി എടുത്ത് എൻ്റെ വണ്ടി കണ്ട് ഇപ്പോൾ പാർക്കിംഗ് ഇവിടെ കിട്ടിയുള്ളൂ. നമ്മൾ അവിടെ നിർത്തിയിട്ടിനി പാർക്കിംഗ് ഇല്ല. സലാം അലൈക്കും. എന്താ വർത്താനം? റാത്തല്ലേ? ഏത് ബോസിനെ എത്ര
അല്ല അന്റെ എനിക്കൊരു ഓഡിയോ കേൾപ്പിച്ചാണ്ട് അങ്ങനെ കാറിൽ മെസ്സേജ് അയച്ചിന് എന്നോടൊരു ബിസിനസ് തുടങ്ങാൻ പിന്നെ ആയിക്കൊണ്ടിരാൻ ഓനെ ഞാൻ 6 മാസം ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട് ചാൻസ് ഉണ്ടല്ലോ എന്നോട് ഓനൊരു കമ്പനി തുടങ്ങാൻ പറഞ്ഞു ഓനോട് സുഹൈറിനോട് കൂട്ടിക്കോ ആ വോയിസ് ഞാൻ കേൾപ്പിച്ചാൽ എനിക്ക് ആ ബിസിനസ് തുടങ്ങാൻ അതാവുമ്പോ ചിലപ്പോ മൂപ്പരായി ജനറൽ മാനേജർ അവന്റെ ആ സ്ഥലത്തിന്റെ പേര് എത്ര സ്ഥലത്തിന്റെ പേര് ആ അമ്മായിന്റെ കഥ ഒന്നും പറയണതില്ല നമുക്കത് ലാസ്റ്റ് അവിടുന്ന് പോയ അമ്മായി മൂളപ്പുറത്തേക്കാണ് കെട്ടിച്ചൂലാർ അങ്ങനെ നമ്മളെ ഫുൾ ടീം ഇവിടെ എത്തിന് കേട്ടോ ആഷിഖ് ഷുംബിന റഫാത്ത് സുഹൈർ അബുദാബിന്ന് എത്തിയ ഷുഹൈബ് ഉണ്ട് എല്ലാ ഫുൾ ടീംസ് ഇവിടെ എത്തുന്നു എന്താണ് ബർത്ത്ഡേ പോയി ബർത്ത്ഡേ അല്ലടാ മെയിൻ നമ്മളെ ഒത്തുകൂടലാണ് എനിക്ക് സന്തോഷം. ബർത്ത്ഡേ മെയ് 26-ാം തീയതി ബർത്ത്ഡേ അല്ലല്ലോ മെയിൻ. മെയ് 26-ാം തീയതി ബർത്ത്ഡേ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പാർട്ടി വെക്കാൻ കുറേ സമയം എടുത്തു. എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ബർത്ത്ഡേ പാർട്ടി പെൻഡിങ് ഉണ്ടായിന് കേട്ടോ. അല്ലേ നമ്മളെ ഗ്രൂപ്പിന്റെ തുടക്കപ്പെടുന്നല്ലേ അപ്പുറത്തുള്ള ഷാത്തറാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ആ മഹാനാണ് ആയിരിക്കണത്. ഈ ഗ്രൂപ്പിന്റെ തുടക്കക്കാരായ മഹാനാണ് ആയിരിക്കണത്. ഷുഹൈബാണ് തുടക്കക്കാരൻ. ഷുഹൈബ് ഉണ്ടായിന്, ഷുഹൈബിന്റെ വൈഫ് ഉണ്ടായിന്. അങ്ങനെ നമുക്ക് സ്റ്റാർട്ടർ എത്തിയിട്ടുണ്ട്. ആണ് പാസ് ചെയ്തോ ആ സൈഡാണ് കൊടുത്തോ. നാജി ചിന്നുവിനെ കാണിക്കാണ്ട് കിട്ടും മോനെ. ചിന്നുവിനെ കാണിക്കാണ്ട് ചിന്നുന്ന് സെറ്റപ്പാണ്. ഫുൾ സെറ്റപ്പിലാണ് വന്നത് കേട്ടോ. കാണിച്ചുതരാം. എന്താ പറഞ്ഞ ആ പോരാന്നേ 4 ഗ്ലാസ്സിനും കൊടുക്കണം. നമുക്ക് മുക്കി കുടിച്ചോട്ടെ. അതിൻ്റെ ഇടയ്ക്ക് നോക്കിയാൽ മെയിനാണ് നോക്കിയത് ക്രിക്കറ്റ് കളിക്കാരത്. ഒരു കളിയില്ല, വെറുതെ പരസ്യ വലിയ കളിക്കാരനാണ്. അപ്പോ ഹാപ്പി അല്ലേ? അടിപൊളിയാ. ഞാൻ കുടിച്ചോട്ടെ. സ്റ്റാർട്ടർ ഒന്ന് കുടിച്ചോ. സ്റ്റാർട്ടർ അടിപൊളിയാട്ടോ. സ്റ്റാർട്ടർ അടിപൊളിയാണ്. നിനക്ക് ഷിയാബിന്റെ ഷർട്ട് നല്ല ഇഷ്ടപ്പെട്ടോ? ഷിയാബിന്റെ ഷർട്ട് അടിപൊളിയാണ് അല്ലേ? ഷിയാബിന് നല്ല രസമുണ്ട് ഷർട്ട്. അത് ഓന് പിന്നെ ഏതിട്ടാലും രസം ഉണ്ടാവും. അന്റെ ഷർട്ട് നല്ല ഇഷ്ടമായി. ഓമർ പോകുമ്പോ ഉരിച്ചാന്ന് പറഞ്ഞ ജബീർ. അല്ല അനക്ക് പിന്നെ ഏതിട്ടാലും രസമാണല്ലോ. അടുത്ത സ്റ്റാർട്ടർ എത്തിന്. ഒരു സ്പെഷ്യൽ സാധനം കേട്ടത്. അബൂദാ പറഞ്ഞു. അബുവാണ് പറഞ്ഞു. എന്താ പറയല പോ. ഞാൻ കളിച്ച ഇതൊന്നും പറയാ. അടിപൊളി അടിപൊളി സാധനം. ജീനൊക്കെ എന്താ? ജീനൊക്കെ മെയിനാണ്. ഫുൾ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റാക്കി. പൂമ്പോളിൻ്റെ തൊട്ടടുത്ത് സൂപ്പറല്ല മയോണിസാ. മയോണിസാണ് അടച്ച്. അപ്പോൾ സെറ്റാക്കി വിടാ. പോ നമ്മുടെ പള്ളിക്കത്തെ PRO കമ്പീൻ്റെ PRO വന്നിട്ട് അവിടെ. അതാ PRO കന്തൂറൊക്കെ ഇട്ടുണ്ട്. ഓണപരിപാടി. ആ അന്നേരം ഓണപ്പരിപാടി നമ്പർ. അതിൻ്റെ ഭയങ്കര ടയേർഡാണെന്ന് പറഞ്ഞത്. പ്ലേറ്റ് ഇതാ പൂക്കളിട്ടുണ്ട്. ഓണല്ലേ? പൂക്കളിട്ടുണ്ട് അവിടെ. സൂപ്പ് ഇട്ടാ അടി ഉണ്ടാക്കുന്നുണ്ട്. അടുത്ത സൂപ്പ് എത്തിയാണ്. ബീഫ് ഇതാണ്. ആ അവിടെ കൊടുത്തു 2 പോയില്ലേ? ബീഫ് അവിടെ പോയിന്. അവിടെ വെച്ച് പിടിച്ചു. എടുത്തോ ഇനി അവിടെ കിട്ടാതെ. എന്നാ ഇത് ഇവിടെ വെച്ച് കൊടുത്താ.
നാല് ഫുള്ളാ കഴിക്കട്ടെ കാല് വരാണ്ട് നമ്മുടെ കൂട്ടിലെ ഏറ്റവും വലിയ ആ പാത്രമുള്ള കൈ പിടിച്ചത് എടുക്കുക ഈ ചെങ്ങായി എടുക്കുക പെരുന്തിരി ഈ പാത്രം ഇവിടെ കൊണ്ട് വളമ്പ വെച്ച പാത്രം എടുത്താ തിന്നത് അപ്പുറത്തുള്ള ആശിക്ക് കുറച്ച് എനിക്കറിയാം ഇത് അബുദാബിന്ന് വന്നേ പെരുന്തീറ്റ് ഇത് പിന്നെ രണ്ട് സൈലന്റ് കില്ലർമാർ ഇതാ ഒരു സൈലന്റ് കില്ലർ ചേട്ടാ ഫുള്ള് ക്യാമറ അല്ലേ ചേട്ടാ ഇജ്ജ് കുറച്ച് തന്നിട്ടുള്ളൂ ഇജ്ജ് കുറച്ച് എനിക്കറിയാം കുനാഫന്തി വേണോ വേണ്ട ആ സുലൈമാൻ എടുത്തോ ഇതേ കുട്ടീനെ കളിപ്പിച്ചു നോക്കിട്ടോ നീ അസിണ്ട് ബബുലുണ്ട് ഷാജാൻ എടുത്താ ജംഷിൻ്റെ കുട്ടിയാ കൈ എടുത്ത് നോക്കിയാ ബേബി കൈ എടുത്ത് നോക്കിയാ ബേബിക്ക് ബബുൽ കൈ എടുത്ത് നോക്കിയാ നിങ്ങളെ ഇഷ്ടമാണെന്നാ തോന്നുന്നുണ്ടല്ലേ അതൊക്കെ ഇഷ്ടമുണ്ടോ അതോളം ഇഷ്ടമുണ്ടോ എനിക്കിഷ്ടം എത്ര ഇഷ്ടമുണ്ട് നല്ല ഇഷ്ടമുണ്ടോ ഫുള്ള് നോക്കുന്ന ടീമാട്ടത് കുട്ടീനെ നോക്കുന്നുണ്ട് എല്ലാവരും ഫുൾ ടീം ഇതാ കുട്ടിയാണ് കരച്ചിൽ തുടങ്ങിയത് ജംഷിൻ്റെ കുട്ടി ജംഷിൻ്റെ അമ്മ അത് അവിടെ ഇരിക്കുന്നുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കൽ തുടങ്ങി ഇനിയിപ്പോൾ നമുക്ക് ജാബിക്കുള്ള ഗിഫ്റ്റ് കൊടുക്കലാണ് കേട്ടോ അടുത്ത പ്ലാന് അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് എനിക്കും റാഷിക്കും ഷാജാൻ അങ്ങനെ 1-2 ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ വേറെ ആർക്കും അറിയില്ല ഓക്കെ മുമ്പ് ചീറിൻ്റെ കോമഡി മാധ്യമത്തിൻ്റെ ആൾക്കാർക്ക് കിട്ടാഞ്ഞിട്ട് അവിടെ കുട്ടീനെ കളിപ്പിച്ച കുട്ടിയാണെങ്കിൽ വരുന്ന ലോളിന്ന് വിളിച്ചുണ്ട് UK മാറ്റത്തിന് ഇപ്പോൾ നമ്മൾ സമ്മാനം കൊടുക്കുകയാണ് ഓക്കെ എന്നാ റാശി ഒരു ഗിഫ്റ്റാ ചിന്നി ചെമ്പിലെടുത്ത് എടുക്കുന്ന ഒരു മിനിറ്റ് അവിടെ ഞാനെ കൊടുക്കണേ ഇന്ന് ജാബിൻ്റെ എല്ലാവരും ഒരു മിനിറ്റ് കേട്ടോ ഒരു മിനിറ്റ് ആ ജാബിക്ക് എൻ്റെ വക ഗിഫ്റ്റ് കൊടുക്കുകയാണേ ജാബിൻ്റെ പാർട്ടിയുടെ എല്ലാവരും കഴിഞ്ഞ് മെയ് എത്രയും ജാബിൻ്റെ ബർത്ത്ഡേ 20 മെയ് 26 ഓനെ ബർത്ത്ഡേ പക്ഷെ നമ്മളെ ഒരുപാട് ജാബിന് ഒരുപാട് പരിപാടികൾ ഉള്ളതുകൊണ്ട് മാറ്റി വെച്ച് എല്ലാവർക്കും അറിയണമാണ് ഇന്നാണ് ദിവസം കിട്ടിയത് അപ്പോൾ ജാബിക്ക് ഗിഫ്റ്റ് കൊടുക്കാം കേട്ടോ ഗിഫ്റ്റ് എടുക്കാൻ നമ്മളെന്താ PR ക്ഷണിക്കല്ലേ അയക്ക് ഇത് കവർ നിൽക്ക് ജാബി വാ PR കുറച്ച് കൊടുക്ക് രാജാശി മാക്സിമം ബാക്കോട്ട് ഇറങ്ങുന്നു അവിടെ എടുത്താൽ മതി അപ്പൊ ഇതിൽ എന്താന്ന് വല്ല ഐഡിയ ഉണ്ടോ ഇല്ല ഒരു ഐഡിയ ഇല്ല ആരാ തന്ന വല്ല ഐഡിയ ഉണ്ടോ ഈ കൂട്ടത്തിലല്ല ഞാനല്ല വേറൊരാളാണ് ഈ കൂട്ടത്തിലുള്ള ഇപ്പൊ ചെയ്യും നോക്കേ ആര് റിഷാദ് റിഷാദല്ല അങ്കാരി ഗസ് ഉണ്ടോ ഈ കൂട്ടത്തിലുള്ള ഒരാളാ അല്ല ഓ ഗിഫ്റ്റ് ആയിരിക്കും കൊടുക്കുക വേറെ അങ്കാരി തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ കറക്റ്റ് എന്റെ വൈഫ് കേട്ടോ പൊട്ടിച്ച് ഈ എക്സ്പ്രഷൻ നിർത്താ അതൊക്കെ ഉണ്ട് ആക്കെ പിന്നെ പറയണ്ടേ പൊട്ടിക്ക് ഒരു ഫോണിലൊരു വീഡിയോ എടുത്താ വീഡിയോ പ്രതീക്ഷയില്ല അപ്പൊ ജാബിക്ക് ഓന്റെ വൈഫ് നാട്ടിൽ നിന്ന് കൊടുത്തേച്ചാണ് അശ്വത് കാണിച്ചെടുത്ത ഇനി വേറെ സംഭവം കൂടി ഉണ്ട് വൈഫ് ഒരു വീഡിയോ അയച്ചു തന്നിട്ട് കേട്ടോ അതും കൂടി കാണിക്കാം
ഇത് വാങ്ങിച്ചത് നാണം. ആ ഗ്രൂപ്പിൽ വരും. കാണിച്ചു എല്ലാവർക്കും കാണിച്ചു തരാം. നമ്മൾ ചാനൽ ഇതിന്റെ വീഡിയോ നമ്മളെന്തായാലും യൂട്യൂബിൽ നമ്മൾ ഇട്ടും. ഏത് വീഡിയോണ്? ജാവിക്ക് ആദ്യം കാണിച്ചു തരാം. എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. ഇതാണ് വീഡിയോ, ജസ്റ്റ് കാണിച്ചു തരാം. എന്നതാ ആ ഗ്രൂപ്പിൽ ഇട്ടോണ്ട് ഞാൻ. ജാബിന്റെ വൈഫാണ്. ജാബിന്റെ വൈഫ് മലപ്പുറത്ത്. എവിടെ ജാബി വർക്ക് ചെയ്യണേ? എവിടെ വർക്ക് ചെയ്യണേ? തിരൂര്. എന്താ വർക്ക് ചെയ്യണേ? ഡയാലിസിൽ വർക്ക് ചെയ്യാണ്. അവിടുന്ന് അയച്ചത് വർക്ക് ഇതാണ് വീഡിയോ. പിന്നെ അവിടുത്തെ ഒരു കമ്മിറ്റിക്കാർ ഒരു വീഡിയോ. ഹലോ, ഹാപ്പി ബർത്ത്ഡേ ജാബി. ജില്ലാ ആശുപത്രി സൂപ്രണ്ടാണ്. ഇത് നഴ്സിംഗ് ഇൻചാർജ്, ഇത് ഡയാലിസിസ് ടെക്നിക് സ്റ്റാഫാണ്. അപ്പോൾ ഇന്ന് ജാബി ചെറ്റേബിയുടെ പുന്നാര കാക്കാൻ്റെ പിറന്നാളാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു വിഷ് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 2 ആഴ്ചത്തോളം ഞങ്ങൾ നിർബന്ധിക്കുന്നു. ഇപ്പോഴാണ് ഞങ്ങൾക്ക് സമയം കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങളുടെ പേരിലും ആശുപത്രിയുടെ പേരിലും മൊത്തത്തിൽ മലപ്പുറത്തിൻ്റെ പേരിലും ജാബിക്കാം ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, ഇതാണ് വീഡിയോ. ഇതിന് പറയുന്ന ഗ്രൂപ്പിൽ ഇട്ടുണ്ട്. പിന്നെ ഇത് അവിടുത്തെ എന്തോ ഒരു ഹെഡ് ക്ലർക്കും ആരാണ് ഇതുപോലെ കൂടെ വർക്ക് ചെയ്യണ എല്ലാവരും കൂടി ജാബിക്ക് ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് ബർത്ത്ഡേ? എങ്ങനെയുണ്ടായിരുന്നു? കാരണം അവരോട് എനിക്ക് ഭയങ്കര ഫാൻസാണ്. അല്ല, മെയ് 26 കഴിഞ്ഞിട്ടും വൈഫ് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ദിവസം എന്നോട് എന്റെ വൈഫ് നാജിന് നമ്പർ വെച്ച് വാങ്ങിയോ? നാജി കൊറേ ദിവസമായിട്ട് വിളിക്കാൻ തുടങ്ങി. അപ്പൊ അതൊക്കെ അത് കാണിച്ചെടുത്താ അത് ഷാജാൻ എന്താ പറഞ്ഞേ? ഇവിടെ ഇരിക്കണതാ, ഇവിടെ കുറെ ഇരിക്കണ്. എന്റെ പെണ്ണുങ്ങൾ കൊടുത്തയച്ചിരിക്കണ്, നാജി കൊടുത്തയച്ചിന്, ഫായ്സിന്, മിനു ഒക്കെ. അതാ ജിന അതിന്റെ ആളാ, ഗിഫ്റ്റിന്റെ ആളാ. പക്ഷെ ഓള് കൊടുത്തേക്കണേ കേട്ടോ പാക്കറ്റില്. ഏതായാലും ഞമ്മ പ്രതീക്ഷിക്കാം ഇതൊക്കെ കണ്ടിട്ട്. അതുപോലെ നാട്ടിൽ വിടണടാ. തിരിച്ചൊക്കെ അല്ലേ അഞ്ചേ സർപ്രൈസ് വരെയല്ലേ? എന്റെ സർപ്രൈസ് പിന്നെ യൂട്യൂബ് ചാനലുണ്ട്. നമ്മളൊരു 1 വീഡിയോ കൊടുത്തിന്. ഇരിക്കാൻ മതി. എനിക്ക് ആകെ ഒരു വീഡിയോ അല്ലേ പോരെ? പിന്നെത്താ ജാബിയെ എന്താ പറയാ? ഹാപ്പി അല്ലേ? സെറ്റ് 2 വട്ടം ഹാപ്പിയാ. കിടന്നിട്ടുണ്ടോ? രാവിലെ ഡ്യൂട്ടി കടന്നിട്ടുണ്ടാവില്ല. ഓളെ കാത്തുക്കുന്നാറുണ്ട്. എത്ര ദിവസമായിട്ട് വെയിറ്റ് ചെയ്യുന്ന മെസ്സേജ്. ഒരു സാധനം അയച്ചരൂല, എനിക്കൊന്നും ജോലിണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും കൊടുക്കലില്ല. ഓള് ഡിയോ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസറാണ്. ഗവൺമെന്റ് ജോലിയാണ് റിഷാദിന്റെ വൈഫ് ജോലി ചെയ്യുന്നത്. കാണാൻ ലുക്കില്ലാന്നുള്ളൂ. റിഷാദിന്റെ പറഞ്ഞേക്ക് ഓനെ വൈഫിന് ഒരു സാധനം. അപ്പൊ എനിക്കൊരു സാധനം കഴിഞ്ഞില്ലേ? ഞാൻ വീഡിയോ ഇട്ടോളാം. ഷാമിലാക്കി പറഞ്ഞോ കേട്ടോ. റഫാദിനെന്താ അഭിപ്രായം പറയുള്ളത്? അല്ല, ഇപ്പൊ റഫാദിന് എന്തോ അതിന്റെ മുമ്പത്തെ നമ്മൾ മുമ്പിൽ വീഡിയോ ഇട്ടില്ലേ? ആ വീഡിയോ കണ്ട് കുറെ ആൾക്കാർ ചോദിച്ചു ചേട്ടന്റെ പേരെന്താ ഷേട്ടൻ ഇടാൻ കാരണം? അത് ഷുംബിനാന്റെ പേര് വെറൈറ്റി പേരാണ്. എന്താണ് കാരണം? അല്ല, ചേട്ടന്റെ പേര് ചേട്ടനല്ല, അത് ഓൻ തന്നെ പറഞ്ഞാണ്. എന്റെ പേര് ചേട്ടൻ അങ്ങനെ ഷെസ്മോ എന്നാണ് അവന്റെ പേര്. ഷെസാനാണ് അവന്റെ പേര്. ആൾക്കാർ ചോദിച്ചിന് ഷെസാനാണ് അവന്റെ പേര്. പേരെന്താ ഷേട്ടൻ? മെസ്സേജ് ഓനെ വിളിക്കണേ ഞാൻ ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഓനെ വിളിക്കണ പേരെന്താ? വെറൈറ്റി കുടുംബത്തിലുള്ളേ മൂത്തച്ഛന്റെ മോന് വിളിച്ചു തുടങ്ങിയത്. ആ കുട്ടി ഓനും ചെറുതേനി. അപ്പൊ ഓനെ അതിർപ്പത്തിന് വിളിച്ചു തുടങ്ങിയതാണ്. പിന്നെ ചുമ്മിനാക്ക് കുറെ പേരുണ്ട്. ഫാത്തിമ, അൽഫമുണ്ട്, പൊന്നുണ്ട്, കുഞ്ഞോളിണ്ട്, തുമ്പിണ്ട്, കുറെ പേരുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് പറയാനുള്ളത്. ഇതാ ചേര് ഒന്ന് ചേട്ടന്റെ പേര് ചേട്ടൻ തന്നെ ഇട്ടാട്ടോ. ഞാൻ അപ്പൂനെന്താ പറയാനുള്ളത്? കഴിഞ്ഞ വ്ളോഗില് അവിടെ വരാന്ന് പറഞ്ഞപ്പോ ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി നിന്നു. കഴിഞ്ഞ വ്ളോഗില് ഓക്കെ അല്ലേ?
കഴിഞ്ഞ വ്ളോഗിൽ എന്താ പറഞ്ഞത്? കഴിഞ്ഞ വ്ളോഗില് ഇവന് വീട്ടിൽ പോകാൻ പറഞ്ഞപ്പോ ഓൻ അറിഞ്ഞിട്ടുണ്ട് ഇപ്പൊ വരാന്ന്. അപ്പൊ എന്താ ആ സമയത്ത് ഓൻ നിസ്കരിച്ചാൻ വേണ്ടി തുടങ്ങി. അത് മനമോ നിസ്കരിച്ചില്ല? എവിടെ നിസ്കരിച്ചില്ല? അല്ലല്ല അങ്ങനല്ല ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ വേറെ സംഭവം ഉണ്ടായി. ഫായിസ് വരാന്ന് പറഞ്ഞാൽ ഞാൻ തൊപ്പിയിലിട്ട് നിസ്കരിച്ചു. ഞാനേ ഒരുങ്ങിയില്ല എന്നുള്ളതാണ്. ഫായിസ് വരുന്ന അറിഞ്ഞില്ല ഞാൻ. അറിഞ്ഞാൽ അപ്പൊ ഞാൻ ആർക്കും എന്ത് അഭിപ്രായങ്ങൾ പറയണ്ടോ? ഒരു മിനിറ്റ്, ഒറ്റ കാര്യം കൂടി പറയാം. ഷുഹൈബിന്റെ ഡെലിവറി വാപ്പയെ അറിഞ്ഞില്ലേ? വാപ്പന്റെ കുട്ടിയുടെ പേരെന്തേനി? സാക്കി. അപ്പൊ നമുക്ക് ഇനി എന്തായാലും നമുക്കൊരു പരിപാടി പ്രതീക്ഷിക്കാം. മുടിയാഴ്ച അറക്കാന് അറവുകാരനും അറവിനുള്ള സെലക്കറുടെ അവിടെ തൊലിച്ച് തൂക്കുന്ന കാര്യം നമ്മളെത്ര ആൾക്കാരില്ല. റിസോർട്ട് പോകുമ്പോ ഒരു ആടിനെ ആയിക്കോട്ടെ, അതല്ല ഒരു കാര്യം ചെയ്യാം. അടുത്ത സ്റ്റേക്കേഴ്സിന് ഒരു ആട് വാങ്ങിപ്പോവാം. മുടിയാഴ്ചയാക്കി ചെറിയൊരു ആടല്ലേ? ചെറുത് ഒരു 10-200 റുപ്യ ആട്. അപ്പോ നമ്മളെ പരിപാടി ഇത്രയുള്ളൂ. ഇന്നത്തെ കഴിഞ്ഞ് ഇവിടെ റെസ്റ്റോറന്റിൽ അല്ലോ ക്യാമറമാനെ കാട്ടിയെടുത്തില്ലല്ലോ. ക്യാമറമാൻ ഇന്ന് കാട്ടിയില്ല. എന്താ നമ്മളെ ക്യാമറമാൻ റാശിട്ടോ? റാശിനെ കാട്ടില്ല വരാതെ. അല്ല തുടക്കത്തിൽ പുള്ളിച്ചുണ്ട്. അപ്പൊ ഗൈസ് ഇത്രയാണ് നമ്മൾക്ക് മുടിയൊക്കെ എന്തായത്. ഇത്രയാണ് നമ്മുടെ പരിപാടിക്ക്. ഇതാണ് ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ നമ്മളെ വീഡിയോസ് മൊത്തമായിട്ട് കാണുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്തോട്ടല്ലേ? മുട്ട നല്ലതാ. ബെല്ലടിച്ചു കേട്ടോ. ഷിയാബ് എനിക്ക് ഷിയാബോട് ചോദിക്കണം. ഷിയാബ് ഇവിടെ ഇട്ട് ടീഷർട്ട് വാങ്ങി. അല്ല മാഷാ അല്ലാ. ഷാജാൻ കണ്ടു, കാണൂല. എനിക്ക് നല്ല ഇഷ്ടമാണ്. സൂപ്പർ ടീഷർട്ട്. ഷാജാൻ കണ്ടില്ല, എനിക്കും കിട്ടില്ല. അല്ല നമ്മൾ ടീമിൽ ടീഷർട്ട് കൊണ്ടുവന്ന ആളതാട്ടോ. എനിക്ക് ഇഷ്ടമായി ടീഷർട്ട്. എനിക്ക് ഇഷ്ടമാണ്. ഇതോടെ ഷിയാബ് വാങ്ങിയേ വെളിപ്പെടുത്തില്ലേ? അപ്പോൾ ഗൈസ് ഇത്രയാണ് പരിപാടി ഉള്ളത്. അപ്പോൾ നമ്മളെ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. ജാബി ഫുൾ ഹാപ്പിയാണ്. ജാബി ഫുൾ ഹാപ്പി അല്ലേ? തീർച്ചയായും ഫുൾ ഹാപ്പി അല്ലേ? പ്രതീക്ഷിക്കാത്ത സന്തോഷം. ഇത് നമ്മൾ എപ്പോൾ പ്ലേ ചെയ്ത്? നമ്മൾ 6:30 ഇറങ്ങിയാണ്. 6:30 അല്ല നമ്മളതല്ല 6:30 നമ്മൾ ഇറങ്ങിയ സാധനം വാങ്ങാൻ ക്യാമ്പിൽ പോയി അവൾക്ക് ഫോട്ടോ അയച്ചു കൊടുത്ത് ഓളെ വന്ന് സെറ്റാക്കി നമ്മൾക്ക് ഇഷ്ടപ്പെട്ടാണ് നമ്മൾ സാധനം വാങ്ങിയത്. ഷൂട്ട് പൊളിക്ക്. അപ്പൊ ഇത്ര പറയാനുള്ളൂ. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഇത് തന്ന എൻ്റെ വൈഫിനാ പറയും. സ്നേഹത്തിന്റെ പേരിൽ ഉള്ളുന്ന് ഒരു നന്ദി. ഓ അത് മതി. ജാബി സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിട്ടോ. ഒരിക്കലും പ്രതീക്ഷയില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ബൈ.